ഇന്ദ്രസേട്ടൻ പഴയ സ്വഭാവത്തിൽ നിന്ന് ഇപ്പോഴും മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന വിഷയത്തിൽ ഇപ്പോഴും പൈസയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഭയങ്കരമായിട്ടൊരു വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടോ? ഇച്ചിരിയൊക്കെ ബലം പിടിക്കുന്നുണ്ട്. ബലം പിടിക്കുന്നുണ്ട് ഇച്ചിരിയൊക്കെ. എല്ലാ രക്ഷയില്ല. നമ്മളൊന്ന് വിട്ടുവീഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് തന്നെ കയറുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇച്ചിരി ബലം പിടിക്കുന്നുണ്ടല്ലേ? അല്ല, അത് വേണ്ടേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വേണ്ടേ? വേണം. എന്നാലും വേണ്ടതും നമുക്കറിയാം, എല്ലാത്തതും അറിയാമെന്നുള്ള രണ്ടും തിരിച്ചറിയാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ പല കഥകളും വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ദ്രസേട്ടൻ. എനിക്കത് വേണ്ട, ഞാൻ ചെയ്ത തൃപ്തിയാവില്ല, എനിക്ക് തന്നെ സ്വയം തോന്നുന്നു, അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഇന്ദ്രസേട്ടൻ? അങ്ങനെ അത്രത്തോളം ധാരാളമായിട്ട് സിനിമയിൽ നമുക്ക് വരാറില്ലല്ലോ. അപ്പം അതിൽ ഇത് ഞാൻ കുറേ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറഞ്ഞിട്ടും അല്ല ഇത് നമ്മൾ മേക്കണോ മാറുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വശമതിനായി പോകും. അതുപോലെയല്ല ഇതെന്നൊക്കെ പറയും, വ്യത്യാസമൊന്നും വരില്ല. അത് കറക്റ്റ് മറുപടി ആവട്ടെ. വീണ്ടും അതിൽ നമ്മൾ പെട്ടുപോവാണ് അല്ലേ? വന്നു കഴിയുമ്പോൾ ഒന്നും ആവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഒഴിവാക്കിയിട്ടൊന്നുമില്ല. വരുന്ന അത്രയ്ക്കൊക്കെ തന്നെ നമുക്ക് വരുന്നത് പോവാതിരിക്കാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്നും പോവാണ്ട് ചാടി പോവാണ്ട്. ഇന്ദ്രൻസേട്ടൻ തന്നെ അഭിനയിക്കണം, അത് വേറെ ആരും അഭിനയിച്ചാകുന്നില്ല. പല ആർട്ടിസ്റ്റുകളും വേറെ ആളുകൾ അഭിനയിച്ചാലാവുന്നു. പക്ഷെ ഇന്ദ്രൻസേട്ടൻ്റെ കഥാപാത്രം ഇന്ദ്രൻസേട്ടൻ തന്നെ വിധിച്ചതായിട്ടാണ് ഞാനൊക്കെ കണ്ടിരിക്കുന്നത്. ഞാൻ എത്രയും നാളുകൊണ്ട് സിനിമകൾ കണ്ടുവരുന്നു, ഇന്ദ്രൻസേട്ടൻ്റെ പടങ്ങൾ കണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അന്ന് തൊട്ട് ഇന്ദ്രൻസേട്ടൻ നേരിട്ടും കണ്ടു പരിചയമുണ്ട്. അപ്പം ആ ഒരു കഥാപാത്രം ഇന്ദ്രൻസേട്ടൻ വെച്ചാണ് ഇന്ദ്രൻസേട്ടൻ തന്നെയാണ് ആ കഥാപാത്രം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അവിടെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലത് നമ്മളെ പറഞ്ഞ് ഫലിപ്പിക്കും, നമ്മളെ ഫലിപ്പിക്കുമ്പോൾ നമ്മൾ വീണ് പോവും. വന്നു കഴിയുമ്പോഴാണോ അയ്യോ ഒരു വീഴ്ചയായി ഇപ്പോൾ വന്നു പോകുമ്പോൾ അല്ലേ? ഈ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? സാധാരണ ദുഃഖങ്ങൾ എല്ലാവർക്കും. ഇന്ദ്രൻസേട്ടനൊക്കെ ഒത്തിരി ദുഃഖങ്ങളൊന്നും ഉള്ള മനുഷ്യരല്ല, പണ്ടൊക്കെയാണ്, ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യണം ഇന്ദ്രൻസേട്ടൻ? കുറേ നേരം ഒറ്റയ്ക്കിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചോ കണ്ടോ അത്രയൊക്കെ അങ്ങ് പോവും. പിന്നെ നമുക്കിത് അതിൻ്റെ കൂടെ ഉള്ളതാണെന്ന് കുറേ ജീവിത പരിചയവും വെച്ചറിയാലോ. വരും, കഠിനമായിട്ടൊരു ദുഃഖം വന്നേക്കാം, നമുക്കിപ്പോൾ കുഴപ്പമില്ലെങ്കിലും എന്തോ വരാനിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. തീർച്ചയാണ്, നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ടും പോവും അല്ലേ? ഒരു സുഹൃത്തിനൂടെ ഒരു ദുഃഖമുണ്ടല്ലോ, അതെ, പ്രതീക്ഷിക്കാതെ എന്തൊക്കെ വരും. ചിലപ്പോഴൊക്കെ മനസ്സിൽ തന്നെ തോന്നും ഒരുപാട് സന്തോഷമൊക്കെ വരുമ്പോൾ എന്തോ വരാനുണ്ടെന്ന് തോന്നും. മുൻകൂട്ടി നമ്മള് അല്ലേ ചിന്തിക്കും. അല്ല, അങ്ങനെ ആ ചിന്താഗതി എല്ലാവർക്കും ഉള്ളതാണ് ഇന്ദ്രൻസേട്ടൻ, എല്ലാവർക്കും ഉള്ളതാണ് ആ ചിന്താഗതി. അങ്ങനെ വരികയും ചെയ്യും. ഈ അവാർഡുകൾ കിട്ടിക്കഴിയുന്നതുകൊണ്ട് വീണ്ടും സിനിമകൾ, ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ഇൻ്റർവ്യൂ എടുത്താണ്. വീണ്ടും സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നല്ല വീണ്ടും നല്ലത് കൊടുക്കുന്നു, അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ ഇന്ദ്രൻസേട്ടൻ? ഈ നേരത്തെ പറഞ്ഞാൽ നമ്മൾ വീണ് പോകുന്നതാണോ അതിൽ പോയി? അല്ല, അതിന് യോജിച്ച രീതിയിൽ ഡയറക്ടർ അനുസരിക്കുന്നത് തന്നെ ഉള്ളൂ മാർഗം, അത് തന്നെ ഉള്ളൂ. പിന്നെ പ്രമേയത്തിലൊക്കെ ശക്തമായ മാറ്റം അത് എല്ലാവരും ഒത്തുവരലാണ്. ചിലപ്പോൾ അത്രയും ധാരണയോടെ ഡയറക്ടർ ആ ക്യാരക്ടറിനനുസരിച്ച് നമ്മളൊരു ഗെറ്റപ്പ് മാറ്റോ കോസ്റ്റ്യൂമിൽ ഒക്കെ മാറ്റം, അതിന് വിട്ടുവീഴ്ചയില്ലാതെ. ചിലപ്പോൾ നമുക്ക് തരുന്ന ഭക്ഷണത്തിലെത്തി കുറയ്ക്കാം, താമസ സൗകര്യം കുറയ്ക്കാം, എങ്കിൽ ഇതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയുന്ന സിനിമകളുണ്ടല്ലോ ഫ്രെയിമിൽ വരുമ്പം. അങ്ങനെയുള്ള സിനിമയിൽ ഉള്ളിടത്ത് നമ്മൾ കൂടിയില്ലെങ്കിൽ നന്നാവില്ല. തീർച്ചയായിട്ടും ബാക്കി എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വരുന്നിടത്താണ് നമുക്ക് ഒന്ന് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്നത്. അങ്ങനെയാണ് അതാണ് ചില ക്യാരക്ടർ ആവുന്നത്. ചിലപ്പോൾ നമുക്കൊന്ന് ചെന്ന് അവരെ കുപ്പായം മാറി ഇതേപോലെ ചെന്നിരുന്ന് അഭിനയിക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. മേക്കപ്പ് വേണോ? വേണ്ട, മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, മേക്കപ്പ് ഇത് തന്നെ ബെസ്റ്റാണ്, കോസ്റ്റ്യൂം നല്ലതല്ലേ, ഇത് ഒന്നുമില്ല. അയാളൊരു പേരിട്ട് വെച്ചേക്കും കഥാപാത്രത്തിന്. അപ്പം എല്ലാം മാറണോ? ഈ ക്യാരക്ടർ മാറുമ്പോഴത്തേക്ക് എല്ലാം അതുപോലെയല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ അവർ തിരഞ്ഞു വെച്ചിരിക്കുന്ന പൈസ കുറച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ സിനിമയല്ലാതെ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാലും സിനിമയെ തന്നെ കടിച്ചു തൂങ്ങുകയും ചെയ്യും. അപ്പൊ നമ്മൾ അവിടെയും ചെന്ന് ചേർന്നിട്ട് സിനിമയാണല്ലോ ദൈവമേ നശിപ്പിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സഹകരിച്ചും പോകും. അങ്ങനെ ചിന്തിക്കും അല്ലേ? നമ്മൾ പെട്ടുപോകുന്നു അതിനകത്ത്.
അത് ഇന്ദ്രൻ ചേട്ടൻ പറയുന്നത് അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ഇന്ദ്രൻ ചേട്ടാ, ഈ സിനിമയാണല്ലോ എന്ന് അവർ വരും, അവരൊരു ആഗ്രഹമാണ്, അവരൊരു സിനിമ എന്നുള്ള ആഗ്രഹമായിട്ട് വരുന്നവരാണ് ആ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ സംവിധാനം അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ. ആ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പെട്ടുപോകുന്ന എത്രയോ പേരുണ്ടെന്നറിയോ. അങ്ങനെ പെട്ടുപോകുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അവിടെ നല്ല മനസ്സ് ഇന്ദ്രൻ ചേട്ടൻ കൊടുക്കുന്നുണ്ട്. ആ മേക്കപ്പ് ഇല്ലെങ്കിലും ആ കോസ്റ്റ്യൂം ഇല്ലെങ്കിലും ഞാൻ റെഡിയാണെന്ന് പറയും. പിന്നെ ഒന്നും ചെയ്യാനില്ല, അവിടെ എത്തിപ്പോയി. നമ്മൾ പറയുമ്പോൾ ഒത്തിരി വാക്കുകളായിരിക്കും. നേരത്തെ പോലെ നമ്മൾ വീണ് പോകും. ഒന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ആ സിറ്റുവേഷൻ അറിയുന്നത്. ഇതൊക്കെ ഒരു പാഠമാണ് കേട്ടോ, അല്ലേ? അതെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്വപ്നം കാണാണ്ടിരിക്കണം. എനിക്ക് സമാധാനമോ സ്വസ്ഥം, ഒരു പ്രശ്നമില്ല, നേരെ പോവാ, ചെയ്തിട്ട് ആലോചനപ്പെട്ടുകൊണ്ടിരിക്കും. പേപ്പർ ഗ്ലാസ്സിലാണെങ്കിലും ചായ കുടിക്കുക, ചില്ല് ഗ്ലാസ്സിലാണെങ്കിലും കാള വെക്കുക, കുടിച്ചിട്ട് നമ്മൾ അവിടെ ഒന്നും ചിന്തിക്കല്ലേ, അല്ലേ? അതാണ് അതിന്റെ പോയിന്റ്. ഒന്നും ചിന്തിക്കാതെ പോവാ. സ്വപ്നം കണ്ടു പോയാൽ എല്ലാം ചിലപ്പം ഉടഞ്ഞു പോകും. അത് ശരിയാണ്. ചിലപ്പം ഞെട്ടിക്കും. നമ്മൾ ചെറുത് നോക്കിയപ്പോ അവിടെ പോകുമ്പോ തകർന്നു പോകും. നമ്മൾ ഉറങ്ങാൻ തന്നെ തോന്നാതെ നമ്മളിങ്ങനെ ഉയരും. അനുഭവങ്ങൾ ഒത്തിരി ഉള്ള മനുഷ്യനല്ലേ, അല്ലേ? എത്ര നാളായി നിൽക്കുന്നത്. ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം വന്നപ്പം ഇന്ദ്രൻ ചേട്ടന് കോസ്റ്റ്യൂം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം കോസ്റ്റ്യൂമറായിട്ടല്ല വന്ന് ഓരോ ഷർട്ട് കണ്ടാലും ഇത് കണ്ടാലും ഇന്ദ്രൻ ചേട്ടൻ അറിയാൻ പറ്റും. പക്ഷെ ഇന്ദ്രൻ ചേട്ടൻ കൊണ്ടുത്തരുന്ന ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാൻറ് അത് കമ്പനി ആണോ എന്ന് നോക്കാറുണ്ടോ? ബ്രാൻഡുള്ള ആ സാധനമാണോ? അങ്ങനെയൊക്കെ നോക്കും ഇന്ദ്രൻ ചേട്ടൻ? ഇല്ല, നമുക്ക് എന്തും തൃപ്തനാണ്. രാവിലെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ എല്ലാം സാധനവും ഒരു വിഷയമില്ല, അല്ലേ? ഇതാണ് ഇന്ദ്രൻ. നമ്മളെങ്ങനെയൊക്കെ മാറ്റി വെച്ച് പറ്റിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സത്യം പറഞ്ഞോട്ടെ, അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? അല്ല എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കുമ്പോ ലേബിലും ഒക്കെ ഓക്കെ ആയിരിക്കും, അല്ലേ? അനുഭവം ഉണ്ട്. അത് കൃത്യമായിട്ടും മറുപടി കേട്ടോ. അല്ല, അവിടെ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വന്ന വഴി അതേ വഴി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറെന്നുള്ളതാണ് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. അത് കൃത്യമാണ്. ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഇന്ദ്രൻ ചേട്ടൻ വീണ്ടും വീണ്ടും സ്നേഹം കൂടുന്നത്. ആളുകൾക്ക് എല്ലാവരും, പ്രേക്ഷകർക്ക് അന്നും ആ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതാണ് ഇന്ദ്രൻ ചേട്ടൻ ഇന്നും നിൽക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഫ്രെയിമിൽ നിന്ന് തന്നെ പോകാമല്ലോ. ഇന്നും ആ പ്രേക്ഷകർ ഇന്ദ്രൻ ചേട്ടൻ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഡയറക്ടർമാർ തേടി വരുന്നു, പ്രൊഡ്യൂസർമാർ ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ പണം മുടക്കാൻ തയ്യാറാവുന്നു. അതാണ് എൻ്റെ ഒരു മേൽക്കൈ എന്ന് ഞാൻ കാണുന്നത്. ഞാൻ ഒത്തിരി ഈ സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. ഈ നിങ്ങൾ ഈ കാസർഗോഡ് സ്ലാങ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പിടിച്ചാണ് സിനിമ. അതിൽ നിന്നൊന്നും മാറാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഞാൻ പുറത്ത് വന്നിട്ട് ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഭാഷ മാറ്റി പിടിക്കണ പറയുമ്പോൾ അല്ലല്ല ഇതാണ് നമുക്കിഷ്ടം, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് നിങ്ങളാ അത് ഉണ്ണിനിക്ക് പറ്റും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ ഇപ്പം ഈ കട്ടപ്പനയിലും ഒരു വേഷം ചെയ്തേ. അപ്പോൾ ആവേശം എന്തെങ്കിലും ഭാഷ മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു വേണ്ട നിങ്ങൾ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്, അത് കട്ടപ്പനയിലും കാസർഗോഡുകാരൻ വരാലോ, ആടെ പണിയെടുക്കാലോ, അപ്പോൾ ആ ഭാഷ മതി പറയും. അങ്ങനെ ഞാൻ അങ്ങനെ അധികം ചെയ്ത്. പിന്നെ ഇപ്പൊ ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പറ്റും, ഞാൻ കണ്ണൂര് കാസർഗോഡ് ജില്ലയാണെങ്കിൽ ചെറുവത്തൂര് എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ബോർഡറാണ്. പിന്നെ അങ്ങ് പോകുമ്പോ ഭാഷ നമ്മളെല്ലാം മാറും. ഇപ്പം നീലേശ്വരം, കാഞ്ഞങ്ങാട്, പെരിയ അല്ലെങ്കിൽ കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം എന്നെല്ലാം പറയുമ്പം 7 ഭാഷയല്ലേ, ശൈലിയും മാറും.